ഹായ് നമസ്കാരം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ച നാർസിസ്റ്റിൻ്റെ മാനിപ്പുലേഷൻ രീതികൾ, അതിൽ ആ മാനിപ്പുലേഷൻ രീതിയിലൊന്നും വീഴാതെ നമ്മൾ അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു പോകുകയാണെന്നുണ്ടെങ്കിൽ അവർ പിന്നീട് നടത്തുന്ന ഒന്നും കൂടി ഡാർക്കായിട്ട് നടത്തുന്ന മാനിപ്പുലേഷൻ രീതികളാണ് നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ സംസാരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരിട്ട് വിഷയത്തിലേക്ക് കടക്കാം. ഒരു നാർസിസ്റ്റായിട്ടുള്ള വ്യക്തിയിൽ നിന്ന് ഇറങ്ങിപ്പോരാൻ നമ്മളെടുക്കുന്ന തീരുമാനം എന്ന് പറയുന്നത് വളരെ ക്ലാരിറ്റിയുള്ള തീരുമാനമായിരിക്കും. കാരണം ഈ നാർസിസ്റ്റായിട്ടുള്ള വ്യക്തി എന്ന് പറയുന്നത് വളരെ ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തിയാണ്, അഹങ്കാരമായിട്ടുള്ള വ്യക്തിയാണ്. ഞാനാണ് എല്ലാം, എനിക്കെല്ലാം ഉണ്ട്, എനിക്കൊരു കുറവില്ല, ഞാൻ പറയുന്ന പോലെയാണ് എല്ലാം നടക്കേണ്ടത് എന്നുള്ളൊരു ഈഗോയിസ്റ്റിക് അഹങ്കാരമായിട്ടുള്ള വ്യക്തിയാണ് നാർസിസ്റ്റായിട്ടുള്ള വ്യക്തി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ അവരിൽ നിന്ന് ഇറങ്ങിപ്പോരുമ്പോൾ അത് അവർക്ക് വലിയൊരു അപമാനവും തോൽവിയൊക്കെ ആയിട്ടാണ് അവരുടെ ഉള്ളിൽ ഫീൽ ചെയ്യുക. അത് അവരുടെ ഈഗോ ഒക്കെ തൊട്ടുണർത്തിയിട്ട് അവർ പല രീതിയിലായിരിക്കും നമ്മളടുത്ത് ബിഹേവ് ചെയ്യുക. ഇവർ ഈ മാനിപ്പുലേഷനൊക്കെ നടത്തിയിട്ട് വീണ്ടും നമ്മൾ അതിലേക്ക് ചെന്നെത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവരിലേക്ക് ചെന്നെത്തിക്കഴിഞ്ഞാൽ അവർ പിന്നീട് നമ്മളെ കൊണ്ട് നടത്തുന്ന കാര്യങ്ങൾ പറയുന്നത് നമ്മളെ പറ്റ തകർക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും അവർ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ ഇറങ്ങി വരാനെടുത്ത തീരുമാനം അതിൽ ഉറച്ചു നിൽക്കാനും ധൈര്യത്തോട് കൂടിയിട്ട് നമുക്ക് നിൽക്കാൻ സാധിക്കണം. അതേപോലെ ഈ മാനിപ്പുലേഷൻ രീതികളൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് ആ മാനിപ്പുലേഷൻ രീതിയിലൊക്കെ പെടാതെ നമുക്ക് മാറി നിൽക്കാൻ ശ്രമിച്ചാൽ മാത്രമാണ് നമുക്ക് ഇവരിൽ നിന്ന് പൂർണ്ണമായിട്ടും പുറത്ത് കടക്കാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നേരിട്ട് ആ രീതികളിലേക്ക് കടക്കാം. ആദ്യമായിട്ട് ഇവർ ചെയ്യുന്ന കാര്യം നമ്മളടുത്തൊരു അടുപ്പുണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. ഇതുവരെയായിട്ട് ഫിസിക്കലായിട്ട് എന്താ പറയുക, നല്ല രീതിയിൽ വസ്ത്രമോ ജിമ്മിനോ ഡയറ്റ് പ്ലാനോ നല്ല രീതിയിൽ വർക്കൗട്ടോ നല്ല രീതിയിൽ ഹെയർ സ്റ്റൈലൊന്നും ശ്രദ്ധിക്കാത്ത ഒരാൾ പെട്ടെന്ന് ഇതൊക്കെ ചെയ്യുന്നുണ്ടാവും. നല്ല രീതിയിൽ വസ്ത്രം ധരിക്കുന്നുണ്ടാവും, വർക്കൗട്ടിന് പോകുന്നുണ്ടാവും, നല്ല ഡയറ്റ് പ്ലാനൊക്കെ ഇട്ടിട്ട് നല്ല രീതിയിൽ ബോഡിയൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടാവും. അതേപോലെ ചെറുപ്പമായിട്ട് തോന്നിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും. എന്നിട്ട് ഇതൊക്കെ ഫോട്ടോസൊക്കെ എടുത്ത് സ്റ്റോറിയാക്കി വെക്കാൻ ശ്രമിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ മുന്നിൽ പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ടാവും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് ഇയാളോടൊരു ഫിസിക്കലായിട്ടുള്ളൊരു അട്രാക്ഷൻ നമ്മുടെ ഉള്ളിൽ തോന്നിപ്പോവും. അത്തരത്തിൽ തോന്നിപ്പോല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അവരുടെ അടുത്ത് നിന്നുണ്ടാവും. അങ്ങനെ അവർ വീണ്ടും അവരിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അതേപോലെ പിന്നെ അവർ ചെയ്യുന്ന ഒരു കാര്യമാണ് അവർ ഇമോഷണലായിട്ട്, അതായത് പറ്റ പാവമായിട്ട് നമ്മളെ അടുത്ത് പെരുമാറും. നമ്മൾ എന്ത് ചെയ്താലും നമ്മളോട് തിരിച്ചൊന്നും പറയാതെ, നമ്മളെന്ത് പറഞ്ഞാലും നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനും ഒക്കെ റെഡിയായിട്ട് നമ്മളോട് എപ്പോഴും നല്ല രീതിയിൽ കാമാൻ ക്വയറ്റായിട്ട് സംസാരിച്ച് ആ രീതിയിൽ പാവമായിട്ട് അഭിനയിച്ചിട്ട് എന്ത് ചെയ്യും, നമുക്ക് ഇവരുടെ അടുത്ത് അട്രാക്ഷൻ തോന്നും. നമ്മൾ ഇവരോടൊപ്പം നമുക്ക് എപ്പോഴും ഇവർ വേണമെന്നുള്ള രീതിയിൽ. കാരണം നമ്മൾ പറയണതൊക്കെ കേൾക്കുന്ന ഒരാളാണ്, നമ്മൾ മനുഷ്യന്മാർക്കുള്ളൊരു സംഭവമാണ് നമ്മൾ കേട്ടിരിക്കുന്നത്. അതായത് നമ്മൾ പറയണ കേൾക്കുന്ന ഒരടിമനെ പോലെ ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ വിട്ടുകൊടുക്കാൻ തയ്യാറാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ രീതിയിൽ പെരുമാറിയിട്ട് എന്ത് ചെയ്യും, നമ്മൾ വിചാരിക്കും നമ്മൾ അവരെയാണ് അടിമയാക്കി വെച്ചിരിക്കണമെന്നുണ്ട്. പക്ഷേ ശരിക്കും അങ്ങനെയല്ല, അവർ നമ്മളെയാണ് കൺട്രോൾ ചെയ്ത് വെച്ചിട്ടുള്ളത്. ആ രീതിയിൽ നമ്മൾ അവരിലേക്ക് അട്രാക്റ്റായിട്ട് പോലെ കാര്യങ്ങൾ അത്തരത്തിൽ പാവമായിട്ട് അവർ അഭിനയിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവുന്നുള്ളതാണ്. പിന്നെ അവർ ചെയ്യുന്ന കാര്യം ഫിനാൻഷ്യലായിട്ട് ഫിറ്റാണെന്ന്, ആ ഫിനാൻഷ്യൽ ഫ്രീഡം അവർ ഫിറ്റാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അങ്ങനെ കാണിച്ചിട്ട് എന്ത് ചെയ്യും, ഫിനാൻഷ്യലായിട്ട് ഫ്രീ ആയിട്ടുള്ള ഒരാളൊപ്പം താമസിക്കാനും ജീവിക്കാനും അത്തരത്തിലുള്ള വ്യക്തിയായിട്ട് ബന്ധം സ്ഥാപിക്കാനൊന്നും തയ്യാറല്ലാത്ത ഒരാളും ഇന്നത്തെ കാലത്ത് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ളൊരു വിലപിടിപ്പുള്ള വസ്തുക്കൾ കൊണ്ട് നടക്കുന്നുണ്ടാവും, അത്തരത്തിലുള്ള വാഹനങ്ങൾ കൊണ്ട് നടക്കുന്നുണ്ടാവും. അതേപോലെ എപ്പോഴും ട്രിപ്പും കാര്യങ്ങളൊക്കെ പോയിട്ട് അതിൻ്റെ ഫോട്ടോസും ഒക്കെ സ്റ്റോറിയും സ്റ്റാറ്റസൊക്കെ ആയിട്ട് വെക്കുന്നുണ്ടാവും. ചിലപ്പോഴൊക്കെ നമ്മളെ ഈ ട്രിപ്പിലൊക്കെ കൊണ്ടുപോയിട്ട് ആ ഫിനാൻഷ്യൽ ഫ്രീഡത്തിൻ്റെ ഫീല് നമ്മളെ ഉള്ളിലേക്ക് തരാൻ ഇവർ ശ്രമിക്കും. അങ്ങനെ ഫിനാൻഷ്യൽ ഫ്രീഡത്തിൻ്റെ ആ ഫീല് തന്നു കഴിഞ്ഞാൽ നമുക്കത് കിട്ടണം. ആ ഫിനാൻഷ്യൽ ഫ്രീഡത്തിന് വേണ്ടിയിട്ടെങ്കിലും നമ്മളെന്ത് ചെയ്യും, അവരുടെ അടുത്തേക്ക് അവർ പറയണതൊക്കെ കേട്ടിട്ട് അവരുടെ മാനിപ്പുലേഷനിലൊക്കെ നിന്നിട്ട് അവരെന്ത് പറയണം കേൾക്കാൻ റെഡിയായിട്ട് നമ്മൾ അവരുടെ അടുത്തേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ അവർ നമ്മളെ ഫിനാൻഷ്യലായിട്ട് ഹെൽപ്പ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഫിനാൻഷ്യലായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സന്ദർഭത്തിൽ നമ്മൾ ഒരാൾ സഹായിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ സ്വാഭാവികമായിട്ടൊരു ഫീല് വരും, ഒരു അടിമത്തത്തിൻ്റെ ഒരു ഫീല് വരും. അവർ സഹായിക്കുന്ന ആൾ പറയണത് എന്ത് കേൾക്കാനും അവർക്ക് വേണ്ടതെന്തും ചെയ്യാനും ഒക്കെ തയ്യാറാവുന്ന രീതിയിൽ നമ്മൾ മാറുന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ ഫീലൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അടിസ്ഥാനപരമായിട്ട് നമുക്ക് ജീവിക്കാൻ വേണ്ട വസ്തുക്കൾ, പണം, അതായത് വാഹനം, ഇതൊക്കെ നമ്മൾ എത്രയും പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ ജോലിക്ക് പോയിട്ടോ എങ്ങനെയാണെന്നുണ്ടെങ്കിലും പണം സമ്പാദിച്ചിട്ട് എന്ത് ചെയ്യണം, നമ്മൾ അതൊക്കെ സെറ്റാക്കി ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അല്ലെങ്കിൽ എപ്പോഴും മറ്റുള്ളൊരാളുടെ ഒരു കളിപ്പാവായിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, നിൽക്കേണ്ടി വരും എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ അവർ വീണ്ടും അവരിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കും.
പിന്നീട് അവർ ചെയ്യുന്ന ഒരു കാര്യം, ഒരു ദുഷിച്ചായിട്ടുള്ള പ്രവൃത്തി എന്ന് പറയുന്നത് സെക്സിനോട് നമുക്ക് താല്പര്യം ഉണ്ടാക്കുന്ന രീതി, അതായത് അവരോട് സെക്സ് ചെയ്യാൻ രീതിയിലുള്ള ഒരു താല്പര്യം ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനവും കാര്യങ്ങളൊക്കെ അവർ ചെയ്യും. ആ രീതിയിൽ ടച്ച് ചെയ്യുന്നുണ്ടാവും, ആ രീതിയിലുള്ള സംസാരം ഉണ്ടാവും, ആ രീതിയിലൊരു ബിഹേവിയർ അവരുടെ അടുത്ത് നിന്നുണ്ടാവും. ഇതൊക്കെ കണ്ടിട്ട് നമുക്ക് അവരോട് നമ്മൾ അങ്ങോട്ട് പോയിട്ട് സംസാരിച്ചിട്ട് ആ രീതിയിലുള്ള കാര്യങ്ങളിൽ നമുക്ക് താല്പര്യമുണ്ട്, നമ്മൾ അങ്ങോട്ട് അറിയിക്കുന്ന രീതിയിൽ നമ്മൾ അവരുടെ അടുത്തേക്ക് പോകും. ഈ രീതിയിൽ അവർ നമ്മളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. പിന്നീട് അവർ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് നല്ല രീതിയിൽ റൊമാൻറ്റിക്കായിട്ട് നമ്മുടെ അടുത്ത് പെരുമാറും. റൊമാൻറ്റിക്കായിട്ടുള്ള സിനിമകൾ കാണിക്കാൻ വേണ്ടി നമ്മളെ കൊണ്ടുപോകുന്നുണ്ടാവും. അതേപോലെ നമ്മുടെ അടുത്ത് തോളിലൊക്കെ കൈയിട്ട് ആ റൊമാൻറ്റിക്കായിട്ടുള്ള സംസാരം, ആ രീതിയിലുള്ള ടച്ചിങ്ങും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് നമ്മളെ അടുത്ത് വളരെ റൊമാൻറ്റിക്കായിട്ട് പെരുമാറിയിട്ട്, അത്തരത്തിൽ നല്ല റൊമാൻറ്റിക്കായിട്ട് പെരുമാറി നമ്മൾ അവരോടൊരു അട്രാക്ഷൻ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ആ രീതിയിലൊരു ശ്രമം അവരുടെ അടുത്ത് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ നാർസിസൈഡിലെ വ്യക്തി എന്ന് പറയുന്നത് നമ്മളെക്കുറിച്ച് അവർ ഫുള്ളായിട്ട് പഠിച്ചിട്ടുണ്ടാവും. കാരണം നമുക്ക് എവിടെയാണ് വീക്ക്, കാരണം ഒരു ട്രോമയിൽ അകപ്പെട്ട ആളുകളാണ് പൂർണ്ണമായിട്ട് ഈ നാർസിസൈഡിലെ ആളുകളുടെ വലയിൽ പെടുക. കാരണം ഈ ട്രോമ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഈ പേരൻസിൻ്റെ നല്ല രീതിയിൽ കെയറിങ്ങും ശ്രദ്ധയും സ്നേഹമൊന്നും കിട്ടാതെ, അല്ലെങ്കിൽ നാർസിസൈഡിലെ പാരൻറ്റിങ്ങിലൊക്കെ ജീവിച്ചു വന്ന കുട്ടിക്ക് അവർക്ക് ഇമോഷണലായിട്ടും ഫിനാൻഷ്യലി ഏതെങ്കിലും ഒരു ഭാഗം നല്ല രീതിയിൽ വീക്കായി കിടക്കുന്നുണ്ടാവും. എല്ലാവർക്കും ഒരു വീക്ക് പോയിൻ്റ് ഉണ്ടാവും. പക്ഷേ ഈ ട്രോമ ആയിട്ടുള്ള ആളുകൾക്ക് ഒന്നും കൂടി വീക്കായിട്ടുള്ള ഏരിയാസ് ഉണ്ടാവും. അപ്പോൾ ഈ ഏരിയാസൊക്കെ ഏതാണോ വീക്കായിട്ടുള്ള ഏരിയാസ്, ചിലപ്പോൾ ഫിനാൻഷ്യലി ആയിരിക്കും, റൊമാൻസ് ആവും, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു കൂടെ ഇരിക്കാൻ ഒരാളായിരിക്കും. അപ്പോൾ ഏത് രീതിയിലാണ് നമുക്ക് ഇമോഷണലി ഡൗൺ ആയിട്ട് കിടക്കുന്നത്, ആ ഏരിയ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ഇവർ ശ്രമിക്കുക. കാരണം അത് അവർക്ക് പെട്ടെന്ന് കണ്ടെത്താൻ സാധിക്കും. അങ്ങനെ ഫില്ല് ചെയ്തിട്ട് നമ്മളെ കൺട്രോൾ എടുക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നുള്ളതാണ്. ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ചെറുപ്പത്തിൽ പാരൻസിന് നല്ലൊരു പാരൻറ്റിങ് കിട്ടാത്ത ഒരാൾ, പാരൻസ് നല്ല രീതിയിൽ ശ്രദ്ധിക്കാതെ സ്നേഹമൊന്നും കിട്ടാതെ ആ ഒരു സെക്യൂരിറ്റിയും, ആ ഒരു പാരൻസിന് കിട്ടുന്ന ഒരു സെക്യൂരിറ്റിയും ഒരു ഫീലുണ്ട്, ഒരു തണലുണ്ട് നമുക്ക് കിട്ടാൻ. ആ തണലൊന്നും കിട്ടാതെ വളർന്നൊരു കുട്ടിക്ക് ഇത്തരത്തിൽ നാർസിസൈഡിലെ വ്യക്തിയുടെ അടുത്ത് ചെന്ന് പെടുമ്പോൾ നാർസിസൈഡിലെ ആൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അവരെന്ത് ചെയ്യും, ഫേക്ക് ആയിട്ടുള്ളൊരു പാരൻറ്റിങ് അവിടെ ഉണ്ടാക്കിയെടുക്കും. അയാൾ നല്ല രീതിയിൽ സംരക്ഷിക്കണ പോലെയും നല്ല രീതിയിൽ കെയർ ചെയ്യണ പോലെ, ഒരു പാരൻറ്റിൻ്റെ സ്നേഹം നല്ല രീതിയിൽ കൊടുക്കണ പോലെയൊക്കെ ഈ കുട്ടിയെ ഫീൽ ചെയ്യിപ്പിച്ചിട്ട് എന്ത് ചെയ്യും, ഈ കുട്ടിക്ക് ഒരു നല്ലൊരു പാരൻറ്റിങ് ആണെന്ന് തോന്നുന്ന രീതിയിൽ ഇയാൾ അഭിനയിക്കും എന്നുള്ളതാണ്. അത്രയും അധംപതിച്ച രീതിയിൽ ഇയാൾ മാനിപ്പുലേഷൻ ചെയ്യും. ഇപ്പോൾ ഞാൻ പറയണമെങ്കിൽ കുട്ടികൾക്ക് പാവക്കുട്ടി വാങ്ങിക്കൊടുത്തിട്ടോ അങ്ങനെ അത്രയും അധംപതിച്ച രീതിയിൽ നമ്മളെ ആ വീക്കായി കിടക്കുന്നത് നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് നമുക്കൊരു നല്ലൊരു രക്ഷിതാവാണെന്നൊക്കെ തോന്നുന്ന രീതിയിലുള്ള പ്രവർത്തനം ഉണ്ടാക്കിയെടുത്തിട്ട് നമ്മളെ അയാൾ കൺട്രോൾ നിർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കും എന്നുള്ളതാണ്. ഇങ്ങനെ നല്ലൊരു പാരൻറ്റിങ് ആയിട്ട് നമ്മൾ മുന്നിൽ നിൽക്കുമ്പോൾ നമുക്ക് കിട്ടാത്തൊരു സ്നേഹമൊക്കെ കിട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അവർ പറയണ എന്തും ചെയ്യാനും അവർക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആവുന്ന രീതിയിൽ നമ്മൾ മാറും. അപ്പോൾ ഇത്തരത്തിലുള്ള മാനിപ്പുലേഷൻ രീതികളൊക്കെ അവർ നടത്തും എന്നുള്ളതാണ്. അതേപോലെ ഈ പറഞ്ഞ മാനിപ്പുലേഷൻ രീതികളൊന്നും വർക്കാവാതെ, ഈ അടുപ്പിക്കാല കാര്യങ്ങളൊന്നും വർക്കാവാതെ വരുമ്പോൾ അവർ പിന്നീട് ചെയ്യുന്ന കാര്യം, നമ്മളെ ദേഷ്യം, അതായത് നമ്മളെ ഇമോഷനെ കൺട്രോൾ വിട്ടിട്ട് നമ്മളെല്ലാവരോടും, നമ്മളെ വേണ്ടപ്പെട്ടവരോടും എല്ലാവരോടും ദേഷ്യത്തോടു കൂടി പെരുമാറുന്നൊരവസ്ഥ ഉണ്ടാക്കിയെടുക്കും എന്നുള്ളതാണ്. അതായത് അത് ഫിസിക്കലായിട്ടുള്ള നമ്മുടെ അടുത്ത് ചെയ്യുന്നുണ്ടാവുക, അവിടെ ഒരു വാക്കുകളോ പ്രവൃത്തികളോ അല്ലെങ്കിൽ അത്തരത്തിൽ ചിലപ്പോൾ അവിടെ പ്രസൻസ് പോലും നമ്മുടെ ഉള്ളിലുള്ള നമ്മളെ ഇമോഷൻ്റെ കൺട്രോൾ പിടിവിട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവർ ഈ മൈൻഡ് ട്രിഗർ ചെയ്യുമ്പോൾ നമ്മളെ ചുറ്റുള്ള ആളുകളോടൊക്കെ വളരെയധികം, സാധാരണയുള്ള ദേഷ്യമല്ല, വളരെയധികം ദേഷ്യത്തോട് കൂടിയിട്ടായിരിക്കും നമ്മൾ പെരുമാറുക. അപ്പോൾ ഇതൊക്കെ കാണുന്ന നമ്മൾ പ്രിയപ്പെട്ട ആളുകൾ, നമ്മളെ മക്കളാവും, നമ്മളെ ചുറ്റുമുള്ള നമ്മളെ സ്നേഹിക്കുന്ന ആളുകളാവും. ഇവരൊക്കെ ഇത് കാണുമ്പോൾ ഇവർ വിചാരിക്കും, എനിക്ക് ഇയാൾ ഇത്ര മോശപ്പെട്ട ഒരാളാണ്, ഭയങ്കര ദേഷ്യമുള്ള ഒരാളാണെന്നൊക്കെ തോന്നുന്ന രീതിയിലുള്ള പ്രവർത്തനമായിരിക്കും നമ്മുടെ അടുത്ത് ഉണ്ടാവുക. പക്ഷെ നമ്മൾക്ക് അറിയുള്ളൂ നമ്മളിങ്ങനെ ദേഷ്യപ്പെടാനുള്ള കാരണം എന്താണ്, ഈ വ്യക്തിയുടെ മൈൻഡ് ട്രിഗറിങ് ആണെന്നുള്ളത് നമുക്കേ അറിയുള്ളൂ. അപ്പോൾ ഇത്തരത്തിൽ മൈൻഡ് ട്രിഗർ ചെയ്ത് നമ്മളെ ദേഷ്യം പുറത്തേക്ക് ചാടിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ നമ്മളെ ഇമോഷന് പുറത്തേക്ക് ചാടുന്നത് എന്താണ്, അവർക്ക് സന്തോഷമാണ്. അതിലൂടെ അവർക്ക് നമ്മളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അതായത് നമ്മൾ ദേഷ്യത്തോടുകൂടി പെരുമാറുമ്പോൾ ചുറ്റുള്ള ആളുകൾ നമ്മളെ അകറ്റി നിർത്തും. അങ്ങനെ എന്ത് ചെയ്യും, ഇവർ നമ്മളെ കൺട്രോൾ എടുക്കാൻ വേണ്ടി ശ്രമിക്കും. അപ്പോൾ നമുക്ക് ഏത് ഇമോഷനാണെന്നുണ്ടെങ്കിലും അത് നമ്മളെ കൺട്രോൾ തന്നെ വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അതായത് ഇവർ നമ്മളെ ഇമോഷണലി പുറത്ത് ചാടിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയും നമ്മളെ ബാധിക്കാത്ത തരത്തിൽ, അവരെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാത്ത തരത്തിൽ നമ്മൾ മാറുക, അതാണ് അതിനുള്ള ഏറ്റവും വലിയ മാർഗം. അവർ ചെയ്യുന്ന ഒരു കാര്യം നമ്മളെ ബാധിക്കാത്ത തരത്തിൽ ഒരു കല്ലായിട്ട് നമ്മൾ മാറണം എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ നമ്മളെ മൈൻഡിനെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാവണം. അതേപോലെ
നമ്മളിലും നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് വേണ്ടപ്പെട്ട ആളെ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ രീതിയിൽ ഫോട്ടോസ് എടുത്തിട്ടും ഈ രീതിയിലുള്ള മാനിപ്പുലേഷൻ രീതികളൊക്കെ നടത്തിയിട്ട് നമ്മൾ കൺട്രോൾ വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറുണ്ട്. അപ്പോൾ നമ്മളത് ചെയ്യാനുള്ളത് നമ്മളൊരു നാർസിസ്റ്റായിട്ടുള്ള വ്യക്തിയായി എന്നുള്ളത് കൊണ്ടല്ല നമ്മളത് ചെയ്യുന്നത്. നമ്മൾ ഈ നാർസിസ്റ്റായിട്ടുള്ള പാരൻറ്റിങ്ങിലോ ഇത്തരത്തിലുള്ള വ്യക്തികളുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ പ്രിയപ്പെട്ടവരെ നല്ല രീതിയിൽ സ്നേഹിക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല, അവരെ നമ്മളെ കയ്യിൽ നിന്ന് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള മാനിപ്പുലേഷൻ രീതികളൊക്കെ നടത്തിയിട്ട് അവരെ നമ്മളെ കയ്യിൽ, അതായത് നമ്മളെ കൺട്രോളിൽ നിർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അപ്പോൾ ഇവിടെ പറയാനുള്ളത്, നമ്മൾക്ക് വേണ്ടപ്പെട്ട ആൾക്കോട് നമ്മൾ ഈ രീതിയിലുള്ള മാനിപ്പുലേഷൻ രീതികൾ ചെയ്യേണ്ടതുണ്ടെങ്കിൽ അത് തെറ്റാണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ തുറന്ന സംസാരത്തോടു കൂടി തുറന്ന മനസ്സോടു കൂടിയിട്ട് എന്ത് ചെയ്യുക, നമുക്ക് വേണ്ടപ്പെട്ട ആളുകളോട് സംസാരിച്ചിട്ട് ആ ഒരു ബന്ധം ദൃഢമായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കണം. ഈ രീതിയിലുള്ള മാനിപ്പുലേഷൻ രീതികളൊക്കെ ഈ നാർസിസ്റ്റായിട്ടുള്ള വ്യക്തിയുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് നമ്മളിലേക്ക് പകർന്നതാണെന്ന് മനസ്സിലാക്കിയിട്ട് ആ രീതികളൊക്കെ ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാവണം എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ സംസാരിക്കാനുള്ളത്. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ സംസാരിക്കാം. അപ്പോൾ താങ്ക് യു. അടുത്ത വീഡിയോയിൽ കാണാം.